نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട് മക്കളെ? സെറ്റ് അല്ലേ? സാധനം വെറുതെ ഗുണമുണ്ടല്ലേ, വെറുതെ പൈസ പോകും. യെസ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് മൂന്നാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ഇന്ന് നമ്മൾ തകർത്തി പൊളിച്ചടക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ടെക്കിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ ഒരു ബട്ടൺ ഉണ്ട്. എന്ത് ബട്ടണാണ്? ചുവന്ന ഒരു ബട്ടൺ. ആ ബട്ടൺ വെറുതെ കൊടുത്താൽ ഞെക്കാൻ വേണ്ടി ഞെക്കള ചങ്ങായി വരെ പോയിട്ട് എല്ലാവരും പോയിട്ട് അതിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി എല്ലാവരും സബ്സ്ക്രൈബ് ആക്കി വെക്കുക നമ്മുടെ ചാനൽ. അതേപോലെ തന്നെ അവിടെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. ആ ലൈക്ക് ബട്ടൺ ഞെക്കാൻ വേണ്ടി കൊടുത്താണ്, അതും കൂടെ ഒന്ന് ഞെക്കി കൊടുക്കുക. യെസ് ഗൈസ്, നമ്മൾ പോവുകയാണ്. ഇംഗ്ലീഷ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട് ഇംഗ്ലീഷിന്റെ. എന്നാ പിന്നെ അങ്ങ് നോക്കിക്കളി അല്ലെ, നാളത്തെ പരീക്ഷയിൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറോട് എത്തിയിട്ടുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചെയ്യാറുണ്ട്, അത് എന്റെ മക്കൾ കാണാതെ പോകരുത് കേട്ടോ. യെസ് ഗൈസ്, നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം കഴിഞ്ഞ ഓണ പരീക്ഷയിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പൊ ലൈക്ക് മറന്നു പോകരുത്, സബ്സ്ക്രൈബ് മറന്നു പോകരുത്, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ് ഗൈസ്, നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് ഓൾറെഡി ഗ്രൂപ്പ് ഉണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി 9496544588 എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഹായ് എന്നൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും, നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഷമീൽ തറോൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യാം. യെസ് ഗൈസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1 ആണ്, ലിസൺ ആൻഡ് ഡ്രോ. അങ്ങനെയുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. ലിസൺ ആൻഡ് ഡ്രോ ശ്രദ്ധിച്ചിട്ട് വരയ്ക്കാൻ വേണ്ടി പറയാണ് അല്ലെ. Dorothy house landed in a strange land. Dorothy looked outside. She saw flowers, butterflies, birds and trees. Complete the picture and color. Draw flowers, butterflies and leaves on the plant and color the picture. ഈ പിക്ചർ കളർ ചെയ്യാൻ വേണ്ടി പറയാണ്. അവിടെ ഫ്ലവർ വരയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ബട്ടർഫ്ലൈസ് വരയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ലീവ്സ് വരയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ വരച്ചു കൊടുത്തിട്ട് അടിപൊളിയായിട്ട് കളർ ചെയ്ത് കൊടുക്കണം അല്ലെ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഭംഗിയായിട്ട് അവിടെ ലീവ്സും ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും ഒക്കെ വരച്ച് കളർ ചെയ്ത് കൊടുക്കാം. ഇതേപോലെയുള്ള ഒരു പ്രവർത്തനം വന്നാൽ നമുക്ക് മുഴുവൻ മാർക്ക് വാങ്ങിക്കൂടെടാ കൂട്ടുകാരെ, വാങ്ങാമല്ലേ? യെസ് ഗൈസ്, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, നമ്മളോട് വായിക്കാൻ വേണ്ടി പറയാണ്. Read the story given below. അപ്പോ Sunny always wanted to have a bicycle of his own, അല്ലേ? But his father was not rich enough to buy one. Sunny never complained about this. One day Sunny was on his way to school and then he saw a boy on a cycle while turning around a corner. The cycle skidded and the boy fell down. Sunny ran to him and helped him get up. The boy was badly injured. Sunny took him to the hospital and then helped him reach home. അപ്പൊ നമ്മുടെ സണ്ണി എന്ന് പറയുന്ന ചെറിയൊരു കഥയാണ് ഈ പറയുന്നത് അല്ലേ. അർത്ഥം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇംഗ്ലീഷിന്റെ അർത്ഥമൊക്കെ പറയണോ? ഇംഗ്ലീഷ് മീഡിയം കുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലെ. മലയാളം മീഡിയം കുട്ടികളും ഉണ്ടോ? അപ്പൊ സണ്ണി എന്ന് പറയുന്ന ഒരു ചെറിയോൻ സൈക്കിൾ വേണം. നമുക്കൊക്കെ ഉള്ള ഒരു ആഗ്രഹമാണ് സൈക്കിൾ വാങ്ങുക എന്നുള്ളത്. അതേപോലെ ഇവനും എന്താണ്, സൈക്കിൾ വാങ്ങണം എന്നൊരു ആഗ്രഹം. സൈക്കിള് വാങ്ങാൻ ഇവന്റെ അച്ഛന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, വേണ്ട പൈസയൊന്നുമില്ല. അതൊക്കെ ഇവനറിയാം. അപ്പൊ അവൻ കൂടുതൽ അങ്ങനെ കച്ചറയൊന്നും ഉണ്ടാകുന്നത്. ഒരു ദിവസം ഇങ്ങനെ റോഡുമ്പോൾ കൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു വളവെന്ന് ഒരു ചെറിയോൻ സൈക്കിൾ ഓടിച്ചു പോകുന്ന ഒരു ചെറിയോൻ അതിന്റെ മുകളിലാണ് വീണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങായിക്ക് എന്തൊക്കെയോ പറ്റുകയും ചെയ്തില്ല. അങ്ങനെ അവനെ എല്ലാം കൂടി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്. അങ്ങനെയാണ് സംഭവം. ഓക്കെ ഗായ്സ്, അപ്പോ നോക്കാം നമുക്ക്. The boy was the son of a rich businessman. He gladly gave the cycle to Sunny as a present. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ എന്ത് ചെയ്തു, ഈ സൈക്കിൾ എന്ത് ചെയ്തു, അവന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവന് കൊടുത്തിട്ടുണ്ട്. അവന് ഭയങ്കര പണക്കാരനായിരുന്നു. ആ വീണ മോനുണ്ടല്ലോ, ഓനെ രക്ഷിച്ചതിന്റെ പ്രതിഫലമായിട്ട് ആ സൈക്കിൾ അവന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആൻസർ ദ ഫോളോയിങ്. സണ്ണീസ് ഫാദർ വാസ് നോട്ട് റിച്ച് ഇനഫ് ടു ബൈ ബൈസിക്കിൾ. ബൈസിക്കിൾ അല്ലെ. ഇനി അടുത്തത് സണ്ണി വാസ് ഓൺ ഹിസ് വേ ടു, എവിടെയായിരുന്നു, സ്കൂളാണോ? ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. സണ്ണി
സണ്ണി വാസ് ഹിസ് വേ ടു സ്കൂൾ. എവിടെ അവിടെ കൊടുത്തിട്ടുണ്ടോ? സ്കൂൾ കാണുന്നില്ലേ? ആ വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടൂ ഇല്ലേ? സ്കൂൾ ആയിരുന്നു. അടുത്തതോ ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദ മീൻ ഗോട്ട് ഹർട്ട്. അതേതാണ്? സ്കിഡഡ് ആണോ, ഫെൽ ഡൗൺ ആണോ, ഇഞ്ചേർഡ് ആണോ, ഹെൽപ്ഡ് ആണോ? അതായത് ഗോട്ട് ഹർട്ട് ഏതാണ് വരിക? നമുക്ക് നോക്കാം അല്ലെ. ഹൗ ഡിഡ് സണ്ണി ഹെൽപ്പ് ദ ബോയ്? എങ്ങനെയാണ് സണ്ണി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അതേപോലെ തന്നെ റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ അല്ലെ, ബൈസിക്കിൾ കൊടുത്തു, സ്കൂളാണ്. മൂന്നാമത്തത് ഇഞ്ചേർഡ് അല്ലെ. ആ വാക്ക് ഏതാണ്? ഇഞ്ചേർഡ് ആണ് ആ വാക്ക് അല്ലെ. ഇഞ്ചേർഡ് അതായത് ഗോട്ട് ഹർട്ട് വേദനാവ്, ഇഞ്ചേർഡ് അല്ലെ. പിന്നെയോ അടുത്തതോ സണ്ണി ഹെൽപ്ഡ് ഹിം ഗെറ്റ് അപ്പ്, took him to the hospital and then helped him to reach home അല്ലെ. പിന്നെ അടുത്തതായിട്ട് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത് നമ്മളോട് ആ കഥക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മൾ കൊടുത്തു. ടൈംലി ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ് നമുക്ക് അതിന് കൊടുക്കാം. യെസ് ഗൈസ്, ഓക്കെ ആണോ? സെറ്റ് ആണോ? അങ്ങനെയാണ് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാം. ഡിസ്ക്രിപ്ഷൻ. Sunny reached the boy's house. He was the son of a rich businessman. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവനെ ആ ഒരു വീണ ചെറിയവന്റെ വീട്ടിലെത്തി. ആ വീണ കുഞ്ഞിമോനുണ്ടല്ലോ, ഓന്റെ വീട്ടിലെത്തി. ഓന്റെ അച്ഛനാണെങ്കിലോ ഭയങ്കര പണക്കാരനാണ്. When Sunny entered the boy's house, he was wonderstruck. അവന്റെ വീട്ടിനുള്ളിൽ കയറിയോ ഭയങ്കര സംഭവം തന്നെ. ഡിസ്ക്രൈബ് ദ ഹൗസ്. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം. ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം അല്ലെ. നമ്മൾ ചെറുപ്പം മുതലേ 1ാം ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്ന സംഭവമാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ. അവിടെ ഏറ്റവും വലിയ സംഭവം എന്ത് സംഭവം? ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല, നോ പ്രോബ്ലം അബൌട്ട് ദാറ്റ്. ആ ഒരു സംഭവത്തിനെ പറ്റിയ പ്രശ്നം ഡിസ്ക്രൈബ് ചെയ്യാൻ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം? നമുക്ക് നോക്കാം അല്ലെ. ഇറ്റ് വാസ് എ വെരി ബിഗ് ഹൗസ് അല്ലെ. നമുക്ക് പറയാം this is a big house അല്ലെ. This is a big house. It was a very big house അല്ലെ. The living room is very spacious അല്ലെ. There are beautiful pieces of furniture in the room. A teapot is there in the center of the room. There is a flower vase with fresh flowers on the teapot. There is a painting on the wall. A fan is also there in the room. ഈ ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത്? അവിടെ ഒരു ഫാന് കണ്ട്, ഇവിടെ ഒരു പിക്ചർ കണ്ട്, ഇവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട്, ഇവിടെ ഒരു ടീപ്പോയി ഉണ്ട്, ആ ടീപ്പോയിന്റെ മുകളിൽ ഒരു ഫ്ലവർ ഉണ്ട്. ഇതൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ സെന്ററിലാണ് നിൽക്കുന്നത്, ഇവിടെ സോഫ ഉണ്ട്, ഇവിടെ ചെറിയൊരു പ്ലാന്റ് ഉണ്ട്. ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നും ലൈറ്റാറുള്ളൂ. സംഭവം പറഞ്ഞു ഇറ്റ് വാസ് എ ബിഗ് ഹൗസ്. ദിസ് ഈസ് എ ബിഗ് ഹൗസ് അല്ലെ. ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ വളരെ എളുപ്പം. അണ്ടർ, നിയർ അല്ലെ. നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അണ്ടർ അല്ലെ. പിന്നെയോ നിയർ, പിന്നെയോ അപ്പ്, പിന്നെയോ ഡൗണ്, പിന്നെ എന്താ സെന്റർ. ഇതൊക്കെ നമ്മൾ എന്താ ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതിൽ അടുത്തുണ്ട്, മുകളിലുണ്ട്, താഴത്തുണ്ട്, അതിൻ്റെ അടുത്തുണ്ട്, സാധനങ്ങളാണ്. ഇന്ന് അല്ലെ, ഇന്ന് അല്ലെ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് നമ്മളിവിടെ ഉണ്ടാവും അല്ലെ. വെരി സ്പേഷ്യസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ പീസസ് ഓഫ് ഫർണിച്ചർ, ബ്യൂട്ടിഫുൾ അല്ലെ. ടീപ്പോയി നമുക്കറിയാം. ഇൻ ദ സെന്റർ അല്ലെ, സെന്റർ ഓഫ് ദ റൂം. ഫ്ലവേഴ്സ് വിത്ത് ഫ്രഷ് വാട്ടേഴ്സ് ഓൺ ദ ടീപ്പോയി അല്ലെ, ഓൺ ദ വാൾ. കണ്ടോ? A fan also there is in the room അല്ലെ. ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ, പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ? ഇല്ലേ ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ ഇല്ലാത്ത ചോദ്യ പേപ്പർ ഉണ്ടാവില്ല. നോക്കാം. റോക്കി pulled the fallen branch of the tree and saved the crow. The crow's eyes welled up with gratitude. She thanked Rocky. Complete the conversation. അപ്പോൾ ക്രോ പറയാണ് താങ്ക് യു റോക്കി. അപ്പോൾ എന്താ പറയുക? താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം അല്ലേ. പിന്നെ ക്രോ പറയാം ഐ ടുക്ക് യുവർ ഫുഡ്, ഐ ആം സോറി. അപ്പോൾ റോക്കി എന്താ പറയാ അല്ലേ? നമുക്ക് നോക്കാം. റോക്കി എന്താ പറയാ? നോ പ്രോബ്ലം അല്ലെങ്കിൽ ഡോണ്ട് വെറി. ഇവിടെ എന്ത് എഴുതി കൊടുക്കാം? നോ പ്രോബ്ലം അല്ലെങ്കിലോ ഡോണ്ട് വെറി. ആ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. ഡോണ്ട് വെറി. ഇവിടെ എന്താ? ഇവിടെ വെൽക്കം. ഇത് എല്ലാവർക്കും അറിയാം. താങ്ക് യു പറഞ്ഞാൽ എന്താ പറയാ? വെൽക്കം. പിന്നെയോ ഐ ഹാഡ് എ ഗുഡ് ലഞ്ച്. റോക്കി പറയാണ്. അപ്പൊ ബട്ട് യു സേവ്ഡ് മൈ ലൈഫ് അല്ലേ. അപ്പൊ അതിന്റെ മറുപടി എന്താ? എന്തോ ഒരു ചോദ്യം ചോദിക്കുക. വൈ ഡിഡ് യു സേവ് മീ അല്ലേ. ക്രോ ചോദിക്കുകയാണ് ഇവിടെ. വൈ ഡിഡ് യു സേവ് മീ അല്ലേ. വൈ ഡിഡ് യു സേവ് മീ? ഐ ഫെൽറ്റ് പിറ്റി ഫോർ യുവർ ചിക്സ്. I felt pity for your chicks. അപ്പോൾ ഡാഷ് ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഹെൽപ്പ്. അവിടെ എന്താ പറയാ? ഇറ്റ്സ് വെരി കൈൻഡ് ഫോർ യു അല്ലേ. ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു
അല്ലേ, കൈൻഡ് ഓഫ് യു. വാട്ട് ഷാൾ ഐ ഡു ഫോർ യു? അപ്പം റോക്കി പറയാണ് നത്തിങ്, ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. ഇങ്ങനെയുള്ള ചെറിയൊരു കോൺവെർസേഷൻ അല്ലെ, നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് എന്താണോ ഇംഗ്ലീഷിലാക്കിയിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഒരു കാര്യത്തിലാക്കിയിട്ട് അങ്ങോട്ട് എഴുതുന്നത് അത്രേ ഉള്ളൂ കേട്ടോ ഗായ്സ്. ഇവിടെ യു ആർ വെൽക്കം, നോ പ്രോബ്ലം, ഡോണ്ട് വെറി, വൈ ഡിഡ് യു സേവ് മീ, ഇറ്റ് വാസ് വെരി കൈൻഡ് ഓഫ് യു, യു ആർ വെരി ഗുഡ്, ലെറ്റ്സ് ബി ഫ്രണ്ട്സ് അല്ലേ. ഇതൊക്കെ നമുക്കറിയാം, നമ്മുടെ പാഠത്ത് നിന്ന് നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ. അപ്പോ ഇതേപോലെ അല്ലാതെ ചോദ്യങ്ങളും വരും. എന്നാ ചിലപ്പോ അങ്ങനെ മേലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കണ്ട, ടച്ചോരെ പെട്ട് അല്ലെ, ദൈവേ പെട്ട്, ഒരു രക്ഷയില്ല, അങ്ങനെ നിൽക്കണ്ട കേട്ടോ. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. തോട്ട്സ് ഒക്കെ എന്തായാലും ഉണ്ടാവുള്ളൂ. The crow saw Rocky trying to climb up the tree. Her nest was on that tree. What would be her thoughts? എന്തായിരിക്കും അവരുടെ തോട്ട്സ്? The crow saw Rocky trying to climb up the tree. Her nest was on the tree. റോക്കി ഇങ്ങനെ നോക്കണോ, കാക്ക നോക്കുമ്പോ ചെങ്ങായി പിടിച്ചാലും കൂടി മരത്തിന്റെ മുകളിൽ കയറുക. മരത്തിന്റെ മുകളിലാണ് ഇതിന്റെ കൂട് നിൽക്കുന്നത്. അപ്പൊ എന്തായിരിക്കും കാക്കയുടെ ആ ഒരു തോട്ട്സ് എന്തായിരിക്കും അല്ലെ? ഓ ഗോഡ് അല്ലെ, ഓ മൈ ഗോഡ്. ആ ഒരു തോട്ട്സിൽ ഉള്ള ഒരു സാധനം എന്ത്? ഓ മൈ ഗോഡ്. ഇപ്പൊ ഉൾപ്പെടുത്തി കൊടുക്കണം ഈ സാധനം. ഓ ഗോഡ്, ദാറ്റ് ഡോഗ് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ അല്ലെ. ദാറ്റ് ഡോഗ് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ. ചെങ്ങായി എന്ത് ചെയ്യാണ്? ഈ റോക്കി എന്ന് പറയുന്ന ചെങ്ങായി എന്ത് ചെയ്യാണ്? ക്ലൈംബിംഗ് ദ ട്രീ. ട്രീന്റെ മുകളിൽ കയറാൻ നോക്കാണ്. Did he see my nest? ചെങ്ങായി അല്ലെ, ചെങ്ങായി എന്ന് പറയുന്ന ഡോഗാണ് അല്ലെ. ചെങ്ങായിന്റെ കൂട് കണ്ടോ അല്ലെ. My chicks are in the nest അല്ലെ. Will he catch my chicks? Who will help me? Oh God, please help me അല്ലെ. ആ ഒരു തോട്ട്സ് ആണ്. Oh God നോക്ക് അല്ലെ. That dog is climbing the tree. Did he see my nest? My chicks are in the nest. Will he catch my chicks? Who will help me? Oh my God, please help me. ഈ സാധനം കണ്ടല്ലോ. Oh my God, please help me. Who will help me? കണ്ടോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. Oh God, ഈ സാധനങ്ങളൊക്കെ പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. Will he catch my chicks? അവൻ എൻ്റെ മക്കളെ പിടിക്കുകയോ? യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. പാരിംഗ് ദ വേർഡ്സ് ആണ്. ഐഡന്റിഫൈ ദ അപ്രോപ്രിയേറ്റ് പേഴ്സ് ഓഫ് വേർഡ്സ് ഫോർ ദ ടേബിൾ. ബീസിൻ്റെത് ബസ്ഡ് അല്ലേ. അതേപോലെ ബാക്കിയുള്ളത് കൊടുക്കാൻ വേണ്ടി പറയണം. ഇവിടെ സ്നേക്ക്, പിന്നെ എന്താ ബേബി ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്, പിന്നെ ആരാ ഓരോരോ സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം എന്താന്നുള്ളത്. ഇവിടെ സ്നേക്ക് ഹിസ്ഡ് ആണ്. ക്ലോക്കിൻ്റെത് ടിക്കഡ് ആണ്. ക്ലോക്ക് ഇവിടെ ഉണ്ടായിരുന്നു, ക്ലോക്ക് ഇവിടെ ഉണ്ട്. ക്ലോക്കിൻ്റെത് ടിക്കഡ് ആണ്. പിന്നെ ബേബിൻ്റെത് ഗിഗിൾഡ് ആണ്. ബെൽസിന്റെ ജിങ്കിൾഡ് ആണ്. ലീവ്സിന്റെ റെസ്റ്റിലാണ്. ഈ ഒരു സാധനം എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോളൂ. ഈ ഒരു സാധനം നമ്മൾ പഠിക്കുന്ന സാധനമാണ് അല്ലെ. ഈ ഒരു സാധനം പഠിച്ചു വെച്ചോളൂ. നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അങ്ങനെ എടുത്തു വെച്ചോ. അപ്പൊ ഈ സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൊടുത്തൂടെ? യെസ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു ചോദ്യവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ പറയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യണം. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കാണാൻ മറന്നു പോകാൻ പാടില്ല. ഇതേപോലെ 1 മുതൽ 4 വരെ എല്ലാ വിഷയത്തിന്റെയും സംഭവങ്ങൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടായി ഇറങ്ങുകയാണ്. അതൊക്കെ കണ്ട് ഉഷാറാക്കി ലൈക്ക് ചെയ്ത് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യും. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ. Yes guys, I am going.